താരസംഘടനയായ അമ്മയിൽ നിരവധി പ്രശ്നങ്ങളാണ്. ഇന്ന് രണ്ട് നടികൾ കൂടി രാജിവെച്ചു. ബിനു മുരളീധരൻ ആരൊക്കെയാണ് ഇന്ന് രണ്ട് നടികൾ കൂടി രാജിവെച്ചിരിക്കുന്നത്? അതായത് ഇന്നിപ്പോൾ രാജിവെച്ചിരിക്കുന്നത് രേവതിയും പത്മപ്രിയയാണ്. കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയുന്നവരും രാജികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അവർ പറയുന്നത് ഞങ്ങൾ സംഘടനയിൽ നിന്ന് വിട്ടുപോവുകയല്ല, ഞങ്ങളൊരു പോരാട്ടത്തിന്റെ പ്രതീകമായിട്ടാണ് ഈ രാജിവെച്ചതെന്നാണ് പറയുന്നത്. ഇതിനകത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ വനിതകൾ, അതായത് ഈ നടിമാരാണ് പ്രധാനമായി ഈ നേതൃനിരയിലേക്ക് വന്നത്. ഇപ്പം മോഹൻലാലിനെ പോലെയുള്ള ആളുകളുണ്ടായിരുന്നു, അവരൊക്കെ മാറി. ഇനിയിപ്പോൾ ഒരു സ്ത്രീകളുടെ നേതൃത്വം വരട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്വേതാ മേനോന്റെ നേതൃത്വത്തിൽ നടികളുടെ വലിയൊരു നിര തന്നെ വന്നു. പക്ഷേ അവർ തമ്മിൽ യോജിക്കാതെ വന്നിട്ട് ഇപ്പോൾ അവർ തമ്മിലാണോ പ്രശ്നം? അതെ, അതായത് ഈ പറഞ്ഞതുപോലെ അൻസിബയും ലക്ഷ്മി പ്രിയയും ഇവരെല്ലാം കൂടി വന്നപ്പോൾ ഒരു പോരാട്ടത്തിന്റെ പെൺ പ്രതീകം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കറിയാം ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അതുമാത്രമല്ല സ്ത്രീകൾക്ക് സുരക്ഷിതത്വം കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ സംഘടനയുടെ തലപ്പത്തേക്ക് ഇവർ വന്നത്. പക്ഷേ ഒരു വർഷം ആകുന്നതിന് മുമ്പ് തന്നെ ഇവർ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ടിനി ടോമിനെതിരെ പരാതി പറഞ്ഞുകൊണ്ടാണ് അൻസിബ രംഗത്തെത്തി. മറ്റേ അൻസിബയെ പിന്തുണച്ചുകൊണ്ട് കുറച്ച് പേർ വന്നു, ടിനി ടോമിനെ പിന്തുണച്ചുകൊണ്ട് മറ്റൊരു വിഭാഗം വന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നതോടുകൂടി രണ്ട് ചേരിയായി മാറി. അപ്പോഴാണ് പറഞ്ഞ അഡ്ഹോ കമ്മിറ്റി തീരുമാനിക്കട്ടെ, അഡ്ഹോ കമ്മിറ്റി ഭരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ശ്വേതാ മേനോൻ രാജി ഔദ്യോഗികമായി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കോടതി പോയത്. അപ്പോൾ ശ്വേതാ മേനോന് വീണ്ടും ഭരിക്കാം എന്ന് പറയുന്നു. അപ്പോൾ അതിന് ഒരു വിരോധവുമായിട്ടൊരു വിഭാഗം ഉണ്ട്. പക്ഷേ ഇതിനൊരു സൊല്യൂഷനുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ മോഹൻലാലും അതോടൊപ്പം തന്നെ ഇടവേള ബാബു, മമ്മൂട്ടി, ഇന്നസെന്റ് ഇവരൊക്കെ വളരെ ദീർഘകാലം ഈ സംഘടന മുന്നോട്ട് പോയപ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ബിനു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നസെന്റ് ലോക്സഭയിൽ MP ആയിരുന്നു. അദ്ദേഹം ഈ സംഘടനയെ നയിച്ചു. അന്ന് ഒരു പൊളിറ്റിക്കൽ ആരോപണവും ആരും ഉന്നയിച്ചില്ല. ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഗണേശനെ പോലുള്ള ആളുകൾ LDFിലെ മന്ത്രിയായിരുന്നു അദ്ദേഹം. ഇതിനകത്ത് ഈ അമ്മയിൽ ഉൾപ്പെട്ട ആളാണ്. മുകേഷ് ഉണ്ട്, സുരേഷ് ഗോപി അടക്കമുള്ള ആളുകളുണ്ട്. അന്നൊന്നും ആരും ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും പറഞ്ഞില്ല. പക്ഷേ ശ്വേതാ മേനോൻ വന്നതോടുകൂടി ഇതെന്തോ ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടി ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ള തരത്തിൽ മാലാ പാർവതിയെ പോലുള്ള ആളുകൾ പ്രകടമായ രംഗത്ത് വന്നിട്ട് ചില ഓഡിയോകളൊക്കെ കൊടുത്തിട്ട് ഇത് പൊളിറ്റിക്കലായിട്ട് കൊണ്ടുപോകാണെന്നൊക്കെ ഒരിക്കലും കാണാത്തൊരു ഡൈവേർഷൻ. അൻസിബയുടെ കേസ് വന്നപ്പോൾ ഒരുതരം വർഗീയ രീതിയിലുള്ള പരാമർശങ്ങൾക്ക് പോലെ വന്നു. നമുക്കറിയാം പലപ്പോഴും ഈ മുകേഷും ഗണേഷും അല്ലെങ്കിൽ സുരേഷ് ഗോപിയൊക്കെ ഉള്ളപ്പോൾ ഇവരൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുള്ള സലിംകുമാറുണ്ട്, ജഗദീഷ് ഉണ്ട്, അപ്പോൾ കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, BJP ഉണ്ട്. പക്ഷേ ഇവരൊന്നും തന്നെ അവരുടെ പ്രശ്നം വരുമ്പോൾ ഒരിക്കലും അവരുടെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. സുരേഷ് ഗോപി എടുത്തൊരിക്കുക മുകേഷിൻ്റെയോ ഗണേഷിൻ്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അത് അവർക്ക് അനുകൂലമായിട്ടാണ് പറഞ്ഞത്. അതായത് ഓരോരുത്തരുടെയും കാര്യങ്ങളിൽ അവരൊരിക്കലും ജാതി മതമോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമോ ഒന്നും തന്നെ ഈ ഒരു സംഘടനയിൽ കാണിക്കാറില്ല. അത് മാത്രമല്ല എത്ര പേർക്കാണ് കൈനീട്ടം ലഭിക്കുന്നത്. പിന്നെ കാരണം ഈ സിനിമ എന്ന് പറയുന്ന ഒരു വലിയ കല ആണ്. പക്ഷേ എന്നിരുന്നാലും ഇതിൽ തുച്ഛമായ വേതനത്തിന് പണിയെടുക്കുന്ന ലൈറ്റ് ബോയ്സ് മുതൽ പ്രൊഡക്ഷൻ ബോയ്സ് വരെ ഉണ്ട്. അവർക്കൊക്കെ ചിലപ്പോൾ ഒരു ദിവസം 1000 രൂപ താഴെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ സിനിമ നിലനിൽക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ അവരുടെ കൂടി ആവശ്യമാണ്. നമ്മൾ കാണുമ്പോൾ ഈ വെള്ളിവെളിച്ചത്തിൽ നിൽക്കുന്ന വലിയ നടന്മാർക്ക് വലിയ കാറുണ്ട്, വലിയ വീടുണ്ട് എന്ന് പറയുന്ന നിത്യവൃത്തിക്ക് ബുദ്ധിമുട്ടുന്ന സിനിമാ പ്രവർത്തകർ പോലും അതിനകത്തുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സംഘടന നിലനിൽക്കണം, സിനിമ നിലനിൽക്കണം, എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ളവർക്ക് ജീവിക്കാൻ കഴിയും. അല്ല, ഏത് മേഖലയായാലും ഒരു സംഘടന വേണം. എന്നാലേ അവരുടെ ആവശ്യങ്ങൾ ഈ പറഞ്ഞ ഭരണകർത്താക്കൾക്കായാലും നിലവിലുള്ള സംവിധാനങ്ങൾക്ക് മുമ്പിലും അവരുടെ മുമ്പിലുള്ള അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള ചൂഷണങ്ങൾ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അത് പൊതുജനസഭയിൽ അത് കൊണ്ടുവരാൻ, അത് ചർച്ച ചെയ്യാൻ അതിനൊരു അതോറിറ്റി വേണ്ടേ? ഈ സംഘടനയിൽ കിടന്ന് അടികൂടിയാൽ, ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഈ സാധാരണ ഈ വലിയ നടന്മാർക്ക് പ്രശ്നമില്ല. മോഹൻലാൽ, മമ്മൂട്ടി അല്ലെങ്കിൽ ശ്വേതാ മേനോൻ അവർക്കൊന്നും ഒരു പ്രശ്നമില്ല, സിനിമ ഇല്ലെങ്കിൽ പോലും പ്രശ്നമില്ല. പക്ഷേ സാധാരണക്കാരായ 1-2 സിനിമകൾ മാത്രം നിൽക്കുന്ന സാധാരണ മെമ്പർമാരായിട്ടുള്ള ആളുകളുണ്ട്. ഇവർക്കൊക്കെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അൻസിബയ്ക്ക് ഇപ്പോൾ സിനിമ കുറഞ്ഞു തുടങ്ങി എന്ന് പറയുന്നത്. അൻസിബ ഒറ്റയ്ക്കാണ് ഈ കുടുംബത്തെ മുഴുവൻ നോക്കിയതും അതോടൊപ്പം തന്നെ അത്രയധികം സ്ട്രഗിൾ ചെയ്ത് വന്നൊരു കുട്ടിയാണ്. അപ്പോൾ ഈ അൻസിബയ്ക്ക് ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിനെ തുടർന്ന് സിനിമ നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതും ഒരു തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. കാരണം ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടു അല്ലെങ്കിൽ അവർ കൃത്യമായ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു അതിൻ്റെ പേരിൽ സിനിമ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ഈ സിനിമയിലേക്ക് വരുന്നവർക്കും ഒക്കെ കൂടി ഒരു നെഗറ്റീവാണ് നൽകുന്നത്. പക്ഷേ ഈ ശ്വേതാ മേനോനെ പോലുള്ള ഒരാളിനെ പരസ്യമായിട്ട് ഇത്തരത്തിൽ വിമർശിക്കുന്നതിന് മുമ്പ് അൻസിബയെ പോലുള്ള ആളുകൾ അവരുടെ കമ്മിറ്റിയിൽ, അത് അവർ പറയേണ്ട കാര്യമാണ്, അവരുടെ കമ്മിറ്റിയിലാണ് ഇത് ചർച്ച ചെയ്യേണ്ടത്. സാധാരണക്കാരായി ഇപ്പം നമ്മളെ പോലെ സിനിമ പോയി കാണുന്ന ആളുകൾ അൻസിബയെ നമ്മളൊരു കഥാപാത്രമായിട്ട് വരുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടും, ശ്വേതാ മേനോനെ ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ മോഹൻലാലിനെ ഇഷ്ടപ്പെടും. നമ്മൾ തെരുവിലേക്ക് വലിച്ചഴിക്കപ്പെടരുത്, തെരുവിലേക്ക് ഒരിക്കലും വലിച്ചഴിക്കപ്പെടരുത്. ഈ പ്രേക്ഷകരെ
എല്ലാം ഒരു പ്രത്യേക ഗ്രൂപ്പായി മാറ്റി നിർത്തി അവരൊക്കെ ഇതിനകത്ത് അഭിപ്രായം പറയുകയാണ്. അതെ അതെ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരം കമന്റുകൾ വരുമ്പോൾ കുറെ പേര് അൻസിബയെ പിന്തുണയ്ക്കുന്നു, കുറെ പേര് ശ്വേതയെ പിന്തുണയ്ക്കുന്നു, കുറെ പേര് പഴയ കമ്മിറ്റിയെ പിന്തുണയ്ക്കുന്നു. ഈ ഒരു രീതിയെ മാറണം. സിനിമാക്കാരെന്നല്ല, ഏത് മേഖലയിലുള്ളവരാണെങ്കിലും ഏതായാലും ഇത് ഒന്നിച്ച് നിൽക്കണം. നിൽക്കണം, ഈ സിനിമാ ലോകം നിലനിൽക്കണം. അത് ഒരുപാട് പേരുടെ ആവശ്യം കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. തീർച്ചയായും അവസാനിപ്പിക്കാം. അമ്മയിലെ പ്രശ്നങ്ങൾ അവസാനിക്കണം. നിങ്ങൾ ഒന്ന് ഒന്നിച്ച് നിൽക്കൂ എൻ്റെ കലാകാരന്മാരെ. തീർച്ചയായിട്ടും.